ഞാനൊരു ബിസിനസ് സംരംഭം തുടങ്ങുമ്പോൾ അമ്മയുടെ പേരിലായിരിക്കുന്നത് ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബിസിനസ് തുടങ്ങിയത് എയർക്രാഫ്റ്റ് ഫൈനാൻസിങ് സൈഡിലാണ്. അപ്പോൾ അത് ഗ്ലോബൽ ബിസിനസ്സാണ്. അപ്പോൾ അത് കൺസൾട്ടൻസിയാണ് തുടങ്ങിയത്. അപ്പോൾ ഒരു ജാപ്പനീസ് ടച്ചും ഒരു ഇറ്റാലിയൻ ടച്ചും ഉള്ള പേര് അമ്മയുടെ വിളിപ്പേരായി അത്താച്ചി എന്നുണ്ടായിരുന്നു. അത് കുറച്ചുകൂടി എളുപ്പമായിരുന്നു ഇത് എടുക്കാനായിട്ട്. അപ്പോൾ തമിഴിൽ അച്ഛൻ്റെ സിസ്റ്ററുടെ മോളെയാണ് അത്താച്ചി എന്ന് വിളിക്കുക. അപ്പോൾ അമ്മയുടെ പേര് അലമേൽ മൊങ്കാൾ എന്നായാലും നാട്ടിൽ മുഴുവൻ എല്ലാവരും അത്താച്ചി എന്ന് വിളിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പുതിയൊരു ന്യൂനെസ് ഉള്ളതുകൊണ്ടും പേര് എടുക്കാൻ വളരെ എളുപ്പമായി. അപ്പോൾ ഇത് ഫാമിൽ വന്നപ്പോൾ നമ്മൾ ഭൂമാതാവിനെ കരുതുന്ന പോലെ അമ്മയുടെ കരുതുന്ന അതേ ലെവലിലാണ് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അമ്മയുടെ പേരിൽ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ഷോർട്ട് ടേം ഗെയിനോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാനോ നമുക്ക് തോന്നില്ല. അതായത് അമ്മയാണ് എൻ്റെ ഒരു മേജർ ഇൻസ്പിറേഷൻ. ലൈഫിലേക്ക് എന്ത് ചെയ്യാനും അമ്മയാണ് എപ്പോഴും ഇൻസ്പിറേഷനായിട്ട് നിൽക്കുന്നത്. ആ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് ബിസിനസ്സിൽ കൊണ്ടുവരാൻ പറ്റിയത് ഒരു ഭാഗ്യമാണ്. എൻ്റെ ക്ലയൻസുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ ഇറ്റാലിയൻ ആണോ അല്ലെങ്കിൽ ജാപ്പനീസ് ആണോ പേരെന്ന് ചോദിക്കും. പക്ഷേ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നാന്നുള്ളതേ.